സർ, അഖിൽമാരാർക്കെതിരെ ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുകയാണ്. അഖിൽമാരാർ പറയുന്നത് ഇന്ത്യ ബലൂചിസ്ഥാനിൽ ആയുധങ്ങൾ നൽകി പാകിസ്ഥാൻ്റെ ആക്രമണം നടത്തുകയാണെന്നാണ്. അപ്പം അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ അഖിൽമാരാർ എന്ന് പറയുന്നത് വെറും വെകിളിയായിട്ടുള്ളൊരു മനുഷ്യനാണ്. എന്ന് പറഞ്ഞാൽ വെകിളി എന്നൊക്കെ പറഞ്ഞാൽ എന്തിനൊരു എടുത്തിയാട്ടം ഉള്ള ഒരാളാണ്. അതുമാത്രമല്ല, പുള്ളി പറയുന്നതൊന്നും നമ്മൾ വലിയ ഗൗരവത്തിലെടുക്കണ്ട. പിന്നെ നമ്മുടെ നാട്ടിലെ ആളുകളുടെ ദാരിദ്ര്യം കൊണ്ട് അവരെ അത്രത്തോളം ഉയർന്ന നിലവാരം പുലർത്താത്തതുകൊണ്ട് ഇവനെയൊക്കെ പൊക്കി തലയിൽ വെച്ചേക്കണമെന്നുള്ളതേ ഉള്ളൂ. എന്താണ് അഖിൽമാരാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആദ്യത്തെ എൻ്റെ അഭിപ്രായം തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. അതിനുശേഷം ഞാൻ ഈ പ്രശ്നത്തിലേക്ക് വരാം. ആദ്യത്തെ അഭിപ്രായം എന്ന് പറയുന്നത്, ഇവരോട് ഒരിക്കൽ ഒരു ചാനലുകാർ ചോദിക്കുന്നു, നിങ്ങൾ ബിഗ് ബോസിൽ പോകുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഉടനെ എൻ്റെ അഭിപ്രായം എന്താണെന്നറിയാമോ? ആ ബിഗ് ബോസിൽ പോകുമെന്ന്. ഞാനോ? എനിക്ക് അതിനേക്കാൾ ഭേദം ലുലു മാളിൽ വന്ന് തുണിമുക്കി കാണിച്ചാൽ പോരെ എന്നാണല്ലോ. എങ്ങനെയുണ്ട്? കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ തന്നെ ബിഗ് ബോസിൽ വന്ന് നമ്മൾ തുണിമുക്കി കാണിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അപ്പോൾ എന്നിട്ടും നമ്മൾ അവനെയൊക്കെ എടുത്ത് തലയിൽ വെക്കാനും അവൻ ഏതാണ്ട് വരുമ്പോഴത്തേക്കും വലിയ ആളാണെന്നൊക്കെ വിചാരിക്കാനും ഈ നാട്ടിലെ ആളുകളുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സാംസ്കാരികമായിട്ടുള്ള ഒരു ദാരിദ്ര്യം എന്ന് പറയുന്നത്. പിന്നെ ഷിബിലി അറിയേണ്ടത്, ഈ നാട്ടിലിപ്പോൾ ഞാനൊക്കെ അങ്ങനെ സംസാരിച്ചാൽ നല്ല കയ്യടിക്ക് ആളെ കിട്ടും. അതായത് ഇവൻ പറഞ്ഞുകൊണ്ടിരുന്ന വിവരക്കേട് എന്താണെന്നറിയാമോ ഈ വിഷയത്തിൽ? ഇവൻ പറഞ്ഞുകൊണ്ടിരുന്നത് ബലൂചിസ്ഥാനെ ഇന്ത്യ മോചിപ്പിക്കണമെന്നാണ്. മനസ്സിലായി? ഇവൻ പറഞ്ഞു കേട്ടാൽ തോന്നുക നമ്മളൊരു കേക്ക് മേടിച്ച് വെച്ചിരിക്കുന്നു, അത് രണ്ടായി കട്ട് ചെയ്ത് നമ്മൾ അപ്പുറത്ത് ഒരാൾക്ക് കൊടുത്താൽ മതി എന്നുള്ളതിലൊക്കെയാണ്. ഇതൊക്കെ എത്രയോ പടച്ചലമുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള നയതന്ത്രപരമായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതൊന്നും എളുപ്പമുള്ള കാര്യമില്ല. ഒരു രാജ്യം ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. വെറുതെ വീട്ടിലിവിടെ ഫ്ലാറ്റിനകത്തിരിക്കുമ്പോൾ പിന്നെ കയ്യിൽ ഈ 10-15 ലക്ഷം രൂപ മറ്റേ ഉദ്ഘാടനത്തിനൊക്കെ പോയി കിട്ടുമ്പോൾ ഇതുപോലെയുള്ള പല എല്ലിൻ്റെ ഇടയിൽ കുത്തലുമൊക്കെ നമുക്ക് തോന്നും. അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല. പക്ഷെ പറഞ്ഞു കുടുങ്ങിപ്പോയി. കാരണം ഇപ്പോൾ ബലൂചിസ്ഥാനിലേക്ക് ഇന്ത്യ ആയുധങ്ങൾ കൊടുക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതൊന്നും ഇവിടെ ഇരുന്ന് ആര് തന്നെ പറഞ്ഞാലും അതൊന്നും തെളിയിക്കാൻ പറ്റില്ല. അതിൻ്റെ പുറത്തൊക്കെ കേസെടുത്താൽ വലിയ പുലിവാലായി പോകും. അതുകൊണ്ട് അതൊക്കെ പിൻവലിച്ച് കണ്ടം വഴി ഓടിയേക്കാണ്. പിന്നെ അടുത്ത വാചകം എന്താണെന്നറിയാമോ ഇവൻ പറയണത് പാകിസ്ഥാനെ അടിച്ച് നിലംപരിശാക്കണം എന്നുള്ളതാണ്. അതായത് പാകിസ്ഥാനെ പരിപൂർണമായിട്ട് തോൽപ്പിക്കണം. അതിനുശേഷം ഇനി ഒരിക്കലും ഒരു എതിർത്ത് ഒരാൾ ആക്രമിക്കാൻ വരാത്ത രീതിയിലേക്കൊരു പാകിസ്ഥാനെ തോൽപ്പിക്കണമെന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഇപ്പോൾ വ്യക്തിപരമായി ചിലപ്പോൾ ഞാനും ഷിബിലിയും തമ്മിലൊരു പ്രശ്നം ഉണ്ടായെങ്കിൽ നമുക്ക് ഷിബിലിയെ അടിച്ച് നിലംപരിശാക്കണം, പിന്നീട് ഒരിക്കലും വരാത്ത രീതിയിലാക്കണമെന്നൊക്കെ നമുക്ക് തോന്നാം. അതുപോലെയൊന്നുമല്ല ഒരു രാജ്യങ്ങളുടെ കാര്യത്തിൽ സംഭവിക്കുക. ഇനി നാളെ ഇന്ത്യ പാകിസ്ഥാനെ പൂർണ്ണമായിട്ടും അങ്ങാട് എന്ത് ചെയ്യുന്നു, നമ്മൾ അവിടെ ചെന്ന് അത് പിടിച്ചടക്കുന്നു, എന്നിട്ട് അവിടെ ഭരിക്കാൻ തുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവിടെയുള്ള 25 പേർക്കുള്ള ചോറും പയറും നെല്ലും കൂടി നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി കൊടുക്കണം. ഇതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. വിയറ്റ്നാം അമേരിക്കക്കെതിരെ യുദ്ധം ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അമേരിക്ക എത്ര വലിയ രാജ്യമാണ്. ഇനി അതൊക്കെ പോട്ടെ, വിയറ്റ്നാമിൻ്റെ യുദ്ധം പോട്ടെ, ഗറില്ല യുദ്ധമുറകളൊക്കെ പോട്ടെ, അതൊന്നും പുതിയ ചെറുപ്പക്കാർക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ ഏറ്റവും ഒടുവിൽ 20 കൊല്ലത്തോളം അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം ചെയ്തല്ലോ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഒരു സുപ്രഭാതത്തിൽ അഫ്ഗാനിസ്ഥാനിലുണ്ടായിരുന്ന മേജർ അവിടുത്തെ സൈനിക മേധാവിയോട് പോലും പറയാതെ മറ്റേ സൈന്യത്തെയും പിൻവലിച്ച് ഓടിക്കളഞ്ഞു. കാരണം വേറെ വഴിയില്ല. കാരണം താലിബാനോട് യുദ്ധം ചെയ്തിട്ട് ജയിക്കാൻ പറ്റില്ല. താലിബാൻ ആകെ 75,000 പേരുള്ളത് മനസ്സിലാണ്. കാരണം അവിടുത്തെ ഭൂപ്രദേശവും ബലനിരകളും ഒക്കെ അതുപോലെയുള്ള കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ യുദ്ധത്തിൽ നാളെ ഒരാൾ ജയിക്കുന്നു പൂർണ്ണമായിട്ടും, പിന്നെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല എന്നൊക്കെ പറയുന്നത് ഈ അഖിൽമാരാറിനൊക്കെ പോലെയുള്ള ഒരു രണ്ടാംകിട ആൾക്ക് യാതൊരുവിധ ഇതിനെക്കുറിച്ചുള്ള അറിവും വിവരവും ഒന്നും ഇല്ലാത്തതുകൊണ്ട് പറയുന്നൊരു കാര്യമാണ്. ഇനി പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ഇല്ലേ, ലൂസിഫർ സിനിമയിൽ നിന്നിട്ട് വാടാ വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കണ കേൾക്കുമ്പോഴത്തേക്കും ആളുകൾക്ക് വലിയ ആവേശമൊക്കെ തോന്നും. നമ്മൾ സിനിമ കണ്ടിരിക്കുമ്പോഴത്തേക്കും, അതായത് തിന്മയുടെ പ്രതിരൂപങ്ങളായിട്ടുള്ള എല്ലാ ആളുകളെയും നായകൻ വന്ന് അടിച്ച് തകർത്തിടുന്നു, അതോടെ വിഷയം തീരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും ആ വിഷയം തീരും. അതുകൊണ്ടാണല്ലോ പുഷ്പ പോലെയുള്ള വിജയുടെ സിനിമകളൊക്കെ, അല്ലു അർജുൻ്റെ സിനിമകളൊക്കെ ഇവിടെ വിജയിക്കുന്നതിൻ്റെ കാര്യം അതാണ്. നമുക്ക് വലിയ ആവേശമൊക്കെ തോന്നും. ഇനി 2ാം ഭാഗവും 3ാം ഭാഗവും എടുക്കണമെങ്കിൽ മാത്രം മിക്കവാറും ഏതെങ്കിലും ഒരു വില്ലൻ അവർ ബാക്കി വെച്ചേക്കും. അപ്പോൾ ഇതൊക്കെ കണ്ട് ഈ സിനിമ പോലെയാണ് നമ്മുടെ ജീവിതം എന്നൊക്കെ വിചാരിച്ചും യുദ്ധങ്ങളെന്നൊക്കെ വിചാരിച്ചിട്ടുമാണ് അഖിൽമാരാരെ പോലെയുള്ള ആളുകൾ ഇതുപോലെയുള്ള ഡയലോഗുകളൊക്കെ പലപ്പോഴും പഞ്ച് ഡയലോഗുകളൊക്കെ വിടുന്നത്. അതൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങാനും ഒക്കെ ഈ നാട്ടിൽ ഒരുപാട് പേർ ഉണ്ടാകും. മറ്റേ നമ്മൾ അങ്ങോട്ട് ഭയങ്കര സൂപ്പറാണ്, അതുകൊണ്ട് നമുക്ക് അവരെ അടിച്ച് തകർത്ത് അപ്പം തന്നെ നിലംപരിശാക്കി ഇടാം. പിന്നെ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമൊക്കെ തോന്നും. ഇത്തരത്തിൽ ജനങ്ങളുടെ മൊത്തത്തിൽ ജനങ്ങളെല്ലാവരും തന്നെ ഇപ്പോൾ യുദ്ധം എന്ന് പറയുമ്പോൾ നമുക്കൊരു വലിയ ആവേശം ഉണ്ടാക്കുന്ന കാര്യമാണ്.
ഒരു മോബ് സൈക്കോളജി തന്നെ അങ്ങനെയാണ്. നിങ്ങളൊരു കള്ളനെ പിടിക്കുന്നു, ആ കള്ളനെ കെട്ടിയിട്ട് നോക്കും, മിക്കവാറും എല്ലാവരും കൂടി ഒന്ന് ഒരൊറ്റടി എന്ത് ചെയ്യും, കൊടുക്കും. എനിക്ക് അനുഭവമുണ്ട്. ഞാൻ ഒരു സ്ഥലത്ത്, അതായത് ഇപ്പോഴല്ല, ഒരു 10-15 കൊല്ലങ്ങൾക്ക് മുമ്പ്, 20-25 കൊല്ലങ്ങൾക്ക് മുമ്പ്, എൻ്റെ ചെറുപ്പത്തിൽ ഒരു കള്ളനെ പിടിച്ച ഒരു സ്ഥലത്ത് ഒരാൾ എന്ത് ചെയ്തു, പിടിച്ചു നിർത്തിയിരിക്കുന്നു. അപ്പോൾ അവരെന്തായാലും തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല, അവരുടെ പുറകിൽ കൈകെട്ടിയിരിക്കുന്നു. പോലീസിന് വിളിച്ചേക്കാണ്. പോലീസ് വരാൻ വേണ്ടി നിൽക്കുമ്പോൾ അതുവഴി പോയിട്ടുള്ള ഒരാൾ, നല്ല പ്രായമുള്ള ഒരാൾ, അയാളിപ്പോൾ മരിച്ചുപോയി. അദ്ദേഹം വന്നിട്ട് ഇവനെ കണ്ടതും ഒരൊറ്റ അടി ഇവൻ്റെ കർണക്കുറ്റിട്ട് കൊടുക്കുന്നു. ഒന്ന് ആലോചിച്ചു, ഒരൊറ്റ അടി കൊടുക്കുന്നു. ഈ അടി കൊടുത്തു കഴിഞ്ഞ് ഞങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ അയാൾ നമ്മളോട് അത് അടി കഴിഞ്ഞിട്ട് തിരിച്ചു ചോദിക്കുന്ന കാര്യമാണ്, അല്ല എന്താണ് പ്രശ്നം, എന്തിനാ ഇവിടെ കെട്ടിയിട്ടേക്കണെന്ന് ചോദിക്കണം. അപ്പോൾ വെറുതെ ഒന്ന് അടിക്കാൻ കിട്ടിയാൽ നമ്മളൊക്കെ അങ്ങനെ അടിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഒരു മോബ് സൈക്കോളജി ഉണ്ട്. അതുപോലെ യുദ്ധം ആഹാ കൊള്ളാം എന്ന് തോന്നുന്നൊരു കാര്യമുണ്ട്. ആ കാര്യമുള്ളത് കൊണ്ടാണ് നേരെ അതിനൊക്കെ കയ്യടി കിട്ടുമെന്നുള്ളതുകൊണ്ടാണ് മറ്റേ നമ്മുടെ പാവപ്പെട്ട ഈ പറയുന്ന പോലെ മാരാരി ചേട്ടൻ എന്ത് ചെയ്തത്, ഈ ചെണ്ട അടിച്ച് ആളെ കൂട്ടാമെന്ന് വെച്ചാൽ അങ്ങനെ ഇറങ്ങിയത്. പക്ഷെ പണി പാളിപ്പോയെന്ന് വെച്ചാൽ BNS 152 പ്രകാരം, അതായത് പഴയ 124A, ആ പ്രകാരം രാജ്യദ്രോഹ കുറ്റത്തിനാണ് ഇപ്പോൾ കേസെടുത്തേക്കുന്നത്. വേണമെങ്കിൽ പോലീസിന് അഖിൽ മാരാരെ അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ചെയ്താലൊക്കെ മാരാരുടെ റീച്ച് കൂടുമെന്ന് മാത്രമേ ഉള്ളൂ. BJPയുടെ കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള അനീഷാണ് പരാതി കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ പരാതി കൊടുത്തതിൽ ഇത് അല്പം ലേശമൊന്നും ഓവറായിപ്പോയി എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ എൻ്റെ ഒരു വിനീതമായ റിക്വസ്റ്റ് കേരള പോലീസിനോടും അതുപോലെ പിണറായി വിജയനോടും ഒക്കെ ഉള്ളത്, മാരാരെ ഒന്ന് അറസ്റ്റ് ചെയ്യരുത്, ഇത് കേസെടുക്കണം എന്ന് പോലും എനിക്ക് അഭിപ്രായമില്ല. ഒരു വിടുവ ആയിട്ട് നമ്മൾ കണ്ട്, ബോധമില്ലാത്ത ഒരാൾ പറഞ്ഞിട്ടുള്ള ജസ്റ്റ് ഒരു വിടുവ ആയിട്ട് കണ്ട് നമ്മളങ്ങോട്ട് വിട്ട് കളയണമെന്നുള്ളത്. കാരണം ഇതൊക്കെ അറസ്റ്റ് ചെയ്യുകയും ബാക്കിയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്തൊക്കെ ആൾ കൂടുകയും പിന്നെ ഇവരൊക്കെ സൂപ്പർ സ്റ്റാറുകളാകുകയൊക്കെ ചെയ്യും. ഇനി ഇതിനു മുമ്പ് തന്നെ ഇപ്പം ഞാൻ പിണറായിയെ വിമർശിക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, സർക്കാരിനെ വിമർശിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ വിമർശിക്കുമ്പോഴും നമുക്കതിൻ്റെ ബേസ് വേണം. ഇവരൊക്കെ വിമർശിച്ചൊരു കാര്യമുണ്ട്, അതെന്താണെന്നറിയാമോ? ഇവൻ പറയുന്നത് ഈ KSF മറ്റേ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ലാപ്ടോപ്പ് സൗജന്യമായിട്ട് കൊടുക്കുന്ന പദ്ധതിയുമുണ്ട്. അതുപോലെ തന്നെ 20,000 രൂപയുടെ ലാപ്ടോപ്പ് കൊടുത്തിട്ട് 500 രൂപ വെച്ചിട്ട് തിരിച്ചടച്ച് 40 മാസങ്ങൾ കൊണ്ട് തീർക്കേണ്ട പദ്ധതിയുണ്ട്, വിദ്യാശ്രീ എന്നൊക്കെ പറഞ്ഞ പദ്ധതി. അപ്പോൾ ഈ പദ്ധതികൾ തമ്മിൽ ഇവന് മാറിപ്പോവുകയും ഇവനിത് ചില ഭയങ്കര ബുദ്ധിപരമായ ചോദ്യങ്ങളാണെന്ന് പറഞ്ഞ് ചില മണ്ടൻ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയും ലാസ്റ്റ് അതിൻ്റെ നെല്ലും പതിരുമൊക്കെ തിരിച്ചു വന്നപ്പോഴേക്കും യഥാർത്ഥത്തിൽ ഇവൻ ചോദിച്ചത് മണ്ടത്തരമാണെന്നൊക്കെ അറിയുകയൊക്കെ ചെയ്തു. ഇനി ഇതൊക്കെ പോട്ടെ, ഈ അഖിൽ മാരാരെ എടുത്തിട്ടുള്ള സിനിമാക്കാരൻ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അഖിൽ മാരാരെ എടുത്തിട്ടുള്ള ഒരു സിനിമ നിങ്ങൾ ഓർക്കണ്ട, ഒരു താത്വിക അവലോകനം എന്നുള്ളതാണ് ആ സിനിമയുടെ പേര്. പക്ഷെ എൻ്റെ പൊന്നോ, ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവനൊരു സിനിമാക്കാരനുമല്ല, ഇവനൊരു പൊളിറ്റീഷ്യനുമല്ല, ഇവനൊരു ആളുമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും. യഥാർത്ഥത്തിൽ ഇവന് പറ്റുന്നൊരു പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സീസണുകളിലും ബിഗ് ബോസിനകത്ത് നിൽക്കുക എന്നുള്ളതാണ് ഇവന് പറ്റുന്ന പണി. അപ്പോൾ അതിനകത്ത് കുറച്ച് വായ്ത്താളമൊക്കെ അടിച്ച് ഇതുപോലെ ഒരു പുരുഷ ഗാംഭീര്യത്തിൻ്റെ രൂപമായിട്ടൊക്കെ വന്നാൽ നമ്മുടെ ഇവിടെയുള്ള ഈ സീരിയൽ കാണുകയും മറ്റേ റീൽസ് കാണുകയും ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ തൊപ്പിയൊക്കെ ആരാധിക്കുന്നത് പോലെ അഖിൽമാരെയും ഒക്കെ ആരാധിക്കാനുണ്ടാവും. അതുകൊണ്ട് അതിനും അപ്പുറത്തേക്കുള്ള ഒരു ഈ ക്രെഡിബിലിറ്റിയോ ഒരു കാര്യത്തെക്കുറിച്ചുള്ള വിശദമായ അറിവോ ആഴത്തിലുള്ള അപഗ്രഥിക്കലോ ഒന്നുമില്ല. പക്ഷേ എനിക്ക് 100% അറിയാം, ഇപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്നതിനേക്കാളൊക്കെ ആയിരക്കണക്കിന് ആളുകൾ കൂടുതൽ അഖിൽ മാരാരുടെ വീഡിയോ കാണും. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്ന് സെലിബ്രിറ്റി ആവുകയും പിന്നെ ആളുകളുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഗംഭീരമായിട്ട് ഈ പാകിസ്ഥാൻ നമുക്ക് അടിച്ച് നിരപ്പാക്കാം, ബലൂചിസ്ഥാൻ വേർപെടുത്താം, നമുക്ക് ഭീകരരെ എല്ലാവരെയും തന്നെ അറസ്റ്റ് ചെയ്യാം, വേണമെങ്കിൽ അസീം മുനീറിനെ നമുക്ക് പിടിച്ച് ജീവപര്യന്ത തടവിന് ശിക്ഷിച്ച് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് ഉണ്ടയും മറ്റേ ഗോതമ്പുണ്ട കൊടുത്ത് തീറ്റിപ്പിക്കാം എന്നൊക്കെ പറയുമ്പോൾ ആൾ കൂടും. പക്ഷെ ഇതൊക്കെ പ്രാക്ടിക്കൽ അല്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ഇതൊക്കെ കേട്ടിട്ട് വലിയ രോമാഞ്ച കഞ്ചുകരാകുന്ന ആളുകളോടൊക്കെ എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. പലപ്പോഴും നേരത്തെ ഈ അഖിൽ മാരാരെയൊക്കെ തന്നെ വലിയ തോതിൽ കൊണ്ടാടിക്കൊണ്ടിരുന്ന ആരാന്നറിയാമോ? സംഘപരിവാർ അനുയായികളായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർ വലിയ തോതിൽ കൊണ്ടാടുകയും അവർ വലിയ തോതിൽ ഇവനെ എടുത്തുയർത്തുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അന്നൊക്കെ തന്നെ നമുക്കറിയാം ഇത് എപ്പോഴാണെങ്കിലും ഇതുപോലെയുള്ള മണ്ടത്തരങ്ങളും പൂച്ചകളൊക്കെ പുറത്താവുകയും ഇതിൻ്റെ നേരെ തിരിയുകയും ഒക്കെ ചെയ്യുന്നൊരു കാലം വരുമെന്ന് നിൽക്കുന്നു. ഇനി എന്നെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന കാര്യം എന്താണെന്നറിയാം, അത് കോൺഗ്രസ് ഇവന് സീറ്റ് കൊടുക്കുമെന്ന് ചില യൂട്യൂബ് ചാനലുകളൊക്കെ ഇരുന്ന് പറയുന്നത്. അതായത് കോൺഗ്രസ് കൊട്ടാരക്കരയിൽ KN ബാലഗോപാലിനെതിരെ മത്സരിപ്പിക്കും എന്നൊക്കെയുള്ളതാണ് പറയുന്നത്. KN ബാലഗോപാലിനെതിരെ മത്സരിപ്പിക്കുകയാണെങ്കിൽ ബാലഗോപാലിന് സന്തോഷമായിരിക്കും, കാരണം എന്ന് വെച്ചാൽ ബാലഗോപാലിന് ജയിച്ചു പോകാം. പക്ഷെ അല്ലാതെ കോൺഗ്രസിൻ്റെ ഒരു MLA ആയിട്ട് ഇവനൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ സ്വതവേ ദുർബലയായിട്ടുള്ള കോൺഗ്രസ് പിന്നെ ഗർഭിണി എന്നും കൂടി പറയില്ല, അതുപോലെ കോൺഗ്രസ് ആകെ ദൗർബല്യത്തിലാണ്. നമുക്കറിയാം 2001 ശേഷം യഥാർത്ഥത്തിൽ കോൺഗ്രസ് ജയിച്ചിട്ടില്ല. കാരണം ഒരു തവണ ഉമ്മൻചാണ്ടി ജയിച്ചപ്പോൾ പോലും അതേതാണ്ട് 2 സീറ്റിൻ്റെയൊക്കെ ഭൂരിപക്ഷത്തിനാണ്. അന്ന് കിട്ടിയിട്ടുള്ള വോട്ട് പെർസെൻറ്റേജ് എത്രയാണെന്നറിയാം. വോട്ട് പെർസെൻറ്റേജ് കോൺഗ്രസിൻ്റെ തകർന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന അഖിൽമാരാരെ പോലെയുള്ള ഒരാളെ വിളിച്ച് കോൺഗ്രസ് സീറ്റ് കൊടുക്കുന്നത് കൂടി കേട്ടിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റത്ത് ദുരന്തമായിരിക്കും എന്നുള്ളത് പറയാതെ വയ്യ. അപ്പോൾ ഇദ്ദേഹം വലിയ രാജ്യസ്നേഹിയായിട്ടൊക്കെ അറിയപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ രാജ്യസ്നേഹം കുറച്ച് കൂടിപ്പോയതുകൊണ്ട് ബലൂചിസ്ഥാനിലേക്ക് ഇന്ത്യ ആയുധം കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. പലപ്പോഴും ഈ കാനഡയിലും അതുപോലെ പാകിസ്ഥാനിലും ഒക്കെയുള്ള അജ്ഞാതർ വെടിയേറ്റ് മരിക്കാറുണ്ട്. അതിൻ്റെ പിന്നിലൊക്കെ ചില സംഭവങ്ങൾ ഉണ്ടാകാം എന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്. പലപ്പോഴും ഇന്ത്യയും ഒക്കെ തന്നെ പല രീതിയിൽ ചിലപ്പോൾ പാകിസ്ഥാന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തേക്കാം എന്നൊക്കെ ഉള്ളത് നമുക്കറിയാം. പക്ഷെ എങ്കിൽ പോലും നമ്മളിപ്പോൾ നാളെ അതിവിടെ നിന്ന് പറഞ്ഞാൽ അതിനൊന്നും തെളിവ് കൊടുക്കൽ അസാധ്യമാകുന്ന ഒരു കാര്യമാണ് എന്നൊക്കെ അറിയാം. അതുകൊണ്ട് മാരാർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തെറ്റാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പ്രധാനപ്പെട്ട പ്രശ്നം മാരാരെ പോലെയൊക്കെയുള്ള ആളുകളെ കൊണ്ടാടുന്നത് നമ്മുടെ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു അധപ്പതനത്തിൻ്റെ ഒരു വലിയ രീതിയിലുള്ള തെളിവ് കൂടിയാണ് എന്ന് പറയാതിരിക്കുക വയ്യ. സാർ ഇപ്പോൾ ഇതിനിടയിൽ പറയുകയുണ്ടായി ബലൂചിസ്ഥാനെ പാകിസ്ഥാനിൽ നിന്നും വേർപെടുത്തുക എന്നുള്ളത് വലിയൊരു പ്രോസസ്സും വലിയ ചിലവുള്ള കാര്യമാണെന്ന്. അതെന്താണെന്ന് വിശദീകരിക്കാമോ? അല്ല, രണ്ടും പാകിസ്ഥാനെ പൂർണ്ണമായിട്ടും അങ്ങോട്ട് അടിച്ച് കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ ബലൂചിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനെ വേർപെടുത്തുക എന്നുള്ളതൊന്നും ഒറ്റടിക്ക് നടക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇപ്പോൾ ഒരു രാജ്യത്ത് അത്തരത്തിലൊരു ചെറിയ ഭാഗത്ത് ഒരു ഇൻസർജൻസി നടക്കുന്നു, ഒരു വലിയ രാജ്യം പ്രദേശത്താണ്. കാരണം പാകിസ്ഥാൻ്റെ 44% ഏരിയ എന്ന് പറയുന്നത് ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രൊവിൻസാണ്. അപ്പോൾ അവിടെ നടക്കുന്നൊരു ഇൻസർജൻസി അല്ലെങ്കിൽ ഒരു കലാപം എന്ന് പറയുന്നത് നമ്മളൊരു ശത്രു രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്ന് യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടതാണ്. അത് അങ്ങനെ തന്നെ നിന്നോട്ടെ എന്നാണ്. അല്ലാതെ അത് വേറിട്ട് മറ്റൊരു രാഷ്ട്രമായി പോയാൽ പിന്നെ അവിടെ കലാപത്തിനൊന്നും സാധ്യതകളില്ല. അപ്പോൾ USSR മറ്റു പല രാജ്യങ്ങളുമായി പോയതിന് ശേഷം അങ്ങനെ വലിയ കലാപമൊന്നും ആ രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാവാറില്ല. അപ്പോൾ അത്തരത്തിൽ അങ്ങനെയാണ് വിചാരിക്കേണ്ടത്. ഇന്ത്യ അങ്ങനെ വിചാരിക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞു വന്നത്, അത്തരത്തിലാണ് നമ്മൾ വിചാരിക്കേണ്ടത്. പിന്നെ മാരാറേനൊക്കെ സംബന്ധിച്ചിടത്തോളം വെറുതെ ഈ പറയുന്ന പോലെ ഡയലോഗുകൾ വിടാം എന്നല്ലാതെ ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ല. ഇപ്പോൾ മാരാരുടെ ഒരു പോസ്റ്റ് ഞാൻ നിങ്ങളോട് ആ പോസ്റ്റിൻ്റെ ഹെഡിങ് ഒന്ന് വായിക്കട്ടെ, നിങ്ങളൊന്ന് കേൾക്കേണ്ടതാണ്. തൊട്ടു നോക്കണ പാകിസ്ഥാനി പട്ടികളെ പാക്കലാം എന്നുള്ളതാണ്. എന്നാലോചിച്ച് നോക്കി. കേൾക്കുമ്പോൾ ഈ പറയുന്ന സാധാരണ ഈ ബോധവും അല്ലെങ്കിൽ ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള ആളുകൾക്ക് അതിൻ്റെ പുറത്തൊരു താല്പര്യം ഉണ്ടാവും എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു താല്പര്യവും ഇതിനൊന്നും ഉണ്ടാകാറില്ല. ഇനി കഴിഞ്ഞ തവണ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഒരു ട്രെയിൻ അങ്ങനെ തന്നെ, അതായത് 400 പേരടങ്ങുന്ന ഒരു ട്രെയിൻ അങ്ങനെ തന്നെ ഹൈജാക്ക് ചെയ്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ ട്രെയിൻ ഹൈജാക്ക് ചെയ്തതിന് ശേഷം 36 മണിക്കൂറുകൾക്ക് ശേഷമാണ് അവിടെയുള്ള ആളുകളെ വധിച്ചുകൊണ്ട് പാകിസ്ഥാനികൾക്ക് അതിനെ വിട്ടുകിട്ടാൻ പറ്റിയത്. 36 മണിക്കൂർ അവർ വെയിറ്റ് ചെയ്യേണ്ടത്. ഇനി ഇതൊക്കെ പോട്ടെ, ഈ കഴിഞ്ഞ മാസം മാത്രം അവർ ഏറ്റെടുത്തിട്ടുള്ള ആക്രമണങ്ങളുടെ എത്ര ആക്രമണങ്ങളുടെ പിതൃത്വം ഏറ്റെടുത്തിട്ടുണ്ടെന്ന് അറിയുമോ? ഒരൊറ്റ മാസം മാത്രം 71 ആക്രമണങ്ങൾ അത് ഞങ്ങൾ ചെയ്തതാണെന്ന് പറഞ്ഞവർ ഏറ്റെടുത്തിട്ടുണ്ട്, അത് ബലൂചിസ്ഥാനിൽ. ഇനി കഴിഞ്ഞ ലാസ്റ്റ് ഇയറിൽ മാത്രം 1200ഓളം വരുന്ന പട്ടാളക്കാർ പാകിസ്ഥാൻ്റെ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ ബലൂചികളുള്ള അറ്റാക്കിൽ. ഇനി 62ഓളം വരുന്ന ചൈനീസ് നാഷണൽസ് അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്, 62ഓളം വരുന്ന ചൈനീസ് നാഷണൽസ്. ഇനി ചൈനയുടെ പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോറിന് വേണ്ടി വർക്ക് ചെയ്യാൻ വന്നേക്കുന്ന ആളുകളാണ്, അവർക്കെതിരെ കൂടിയാണ് ഈ ബലൂചിസ്ഥാനിലെ ആളുകൾ, അതായത് BLA എന്ന് പറയുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നിലപാടെടുക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ഇതിൽ ഈ പറയുന്ന അവർ ഒരിക്കലും പഴയ പോലെ ഒരു സംഘം മാത്രമല്ല, അവർ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, ട്രെയിൻഡ് ആയിട്ടുള്ള, വെപ്പണൈസ്ഡ് ആയിട്ടുള്ള, മോഡേൺ വെപ്പൺസ് കിട്ടിയിട്ടുള്ള ഒരു ആർമി കൂടിയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. ഇനി അവർക്ക് സൂയിസൈഡ് ബോംബേഴ്സ് അടക്കമുള്ള അറ്റാക്ക് അടക്കമുള്ള ആളുകളുണ്ട്. നേരത്തെയൊക്കെ ലോകത്ത് പല ജേർണൽസിലും ഒക്കെ വന്നേക്കുന്നത് LTTE-കൾ, അവരാണ് ഏറ്റവും വലിയ തീവ്രവാദ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അവർ തീവ്രവാദികളാണോ സ്വന്തം ഭൂമിക്ക് വേണ്ടി പോരാടുന്നവരാണോ എന്നൊക്കെയുള്ള വേറൊരു വിഷയമാണ്, ഞാനിപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷെ അങ്ങനെ അവരെ കണക്കൂട്ടാൻ കാരണം എന്താണെന്ന് അറിയാമോ? കൗണ്ട് ചെയ്യാൻ കാര്യം. കാരണം അവർക്കാണ് ഏറ്റവും വലിയ സൂയിസൈഡ് അറ്റാക്കിങ്ങുള്ള സംഘം ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സൂയിസൈഡ് അറ്റാക്കുള്ള സംഘമുള്ള ഒരു കാര്യം കൂടിയാണ് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഇനി മാരാർക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്താണെന്നറിയാമോ? ഇത് പാകിസ്ഥാൻ്റെ ആരോപണമാണ്. അതായത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രോക്സിയാണ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇറാനും അതുപോലെ മറ്റു പല രാജ്യങ്ങളൊക്കെ മറ്റു പല പ്രദേശത്തും ഇതുപോലെ പ്രോക്സി വാറുകൾ നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഈ പറയുന്ന ഇസ്രായേലിനെതിരെ ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരുന്നത് പ്രോക്സി വാറുകളാണ്. ഹമാസിനെയും അതുപോലെ തന്നെ മറ്റു പല സംഘടനകളെയും ഒക്കെ അവർ സഹായിക്കുന്നുണ്ട്. അതേപോലെ സഹായിക്കുന്നുണ്ടെന്നുള്ള പാകിസ്ഥാൻ്റെ ആരോപണമാണ് നമ്മളെ പാവപ്പെട്ട മാരാർ ഇവിടെ നിന്ന് അറിഞ്ഞോ അറിയാതെയോ വിളിച്ച് പറഞ്ഞേക്കണത്. ഇനി മറ്റൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. യഥാർത്ഥത്തിൽ ചൈന ഇപ്പോൾ പാകിസ്ഥാനോട് ആവശ്യപ്പെടുന്നത് എന്താണെന്നറിയാമോ?
ബലൂചിസ്ഥാൻ പ്രദേശത്തേക്ക് ഞങ്ങളുടെ ആർമിയെ കൊണ്ടുവരും എന്നാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകൾ, അതായത് ചൈനക്കാരായിട്ടുള്ള ആളുകളുടെ പോലും സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന ചൈന ഇത്തരത്തിലുള്ള കാര്യത്തിലേക്ക്, ഇത്തരത്തിലുള്ള ഡിമാൻഡ് പാകിസ്ഥാൻ്റെ മുമ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ഇത്രമാത്രം ഗുരുതരമായ ഒരു സിറ്റുവേഷൻസ് ഒക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് ഇന്ത്യ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മറ്റൊരു കേക്ക് മേടിച്ച് കട്ട് ചെയ്യണ പോലെ ഒക്കെ ഈ പീസകൾ മാറ്റി വെക്കണം എന്നൊക്കെ പറയുന്ന മാരാർക്ക് വേണ്ടി കയ്യടി കിട്ടും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ പെട്ടെന്ന് ആവേശ കമ്മിറ്റിക്കാരാണ്, അല്ലാതെ ഇതൊന്നും അറിഞ്ഞുകൊണ്ട് പ്രതികരിക്കുന്നവരല്ല.